ഞാൻ തോറ്റുപോയമ്മ. അമ്മയുടെ മോനാ ശരി. ഇനി എനിക്ക് ആ വീട്ടിൽ ജീവിക്കാനുള്ള യോഗ്യതയില്ല. എന്നെ നിർബന്ധിക്കല്ലേ അമ്മ. നിന്റെ മനസ്സിനേറ്റ മുറിവ് ഈ അമ്മയ്ക്ക് അറിയാം മോളെ. നിന്റെ അച്ഛനും കുടുംബത്തിനും ഏൽക്കേണ്ടി വന്ന അപമാനം ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്താണെന്ന് അമ്മയ്ക്കറിയാം. എങ്കിലും നിന്നെ പിരിയാൻ വയ്യാത്തോണ്ട് അമ്മ ചോദിക്കുക, തിരിച്ചു വന്നൂടെ മോളെ നിനക്ക്? എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ അമ്മ. ഞാൻ കരുതിയതും വിശ്വസിച്ചതും എല്ലാം തെറ്റായിരുന്നു. അമ്മയുടെ മരുമകളായിട്ടിരിക്കാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. അങ്ങനെ പറയല്ലേ മോളെ. അമ്മയുടെ മകൻ നല്ലവനാ. നിങ്ങളുടെ ആരുടെയും ജീവിതം തകർക്കാൻ ഇനി ഞാൻ എവിടേക്ക് വരില്ല. സുപ്രിയയുടെ ഓർമ്മകളിൽ നിന്ന് അമ്മയുടെ മോൻ ഒരിക്കലും മടങ്ങി വരില്ല. DKക്ക് മറ്റാരെയും സ്നേഹിക്കാനും കഴിയില്ല. ഒരു റോബോട്ടായിട്ട് ഇനിയും അവിടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അമ്മ എന്നോട് ക്ഷമിക്കണം. എന്നെ ശപിക്കല്ലേ അമ്മ. ഞാൻ ചെന്ന് വിളിച്ചു. അവള് വരില്ല എന്ന് പറഞ്ഞു. എങ്ങനെ വരും? അത്രയ്ക്കല്ലേ അവളെ അവമാനിച്ചു വിട്ടത്. ഒന്ന് നീ ഓർത്തു, നിന്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന വെളിച്ചവാ അവരവധിയുടെ പടിയിറങ്ങിപ്പോയത്. ഇന്നല്ലെങ്കിൽ നാളെ നീ അത് മനസ്സിലാക്കും. മൈ ഡിയർ സൺ, നീ ചെയ്തത് വലിയ മിസ്റ്റേക്കാ. നീ തെറ്റിച്ചത് സുപ്രിയയുടെ വാക്ക. നിനക്ക് സുപ്രിയയുടെ സ്നേഹമല്ല, ഭ്രാന്ത. അവിടെ ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള സത്യം നീ ഇനിയെങ്കിലും വിശ്വസിച്ചേ പറ്റൂ. സുപ്രിയ മരിച്ചു. കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നത് മനുഷ്യനല്ല, ഈശ്വരനാ. ജ്യോതിയെ നിന്നെയും തമ്മിൽ ചേർത്ത് വെച്ചത് ഈശ്വരന്റെ നിയോഗം തട്ടിത്തെറിപ്പിച്ച മഹാപാപിയ നീയ. അന്തസ്സുള്ള പെണ്ണാവൾ. നീ എന്നല്ല ആരെന്ന് വിളിച്ചാലും അവൾ വരില്ല. കാരണം അവൾ അഭിമാനം വിട്ട് ജീവിക്കില്ല. നഷ്ടപ്പെട്ടത് അവക്കല്ല, നിനക്ക. അതിന്റെ മൂല്യം നിനക്ക് മനസ്സിലാവില്ല ഒരിക്കലും.
ഡി കെ ചായ. എനിക്ക് വേണ്ട. എന്താ ഡി കെ, സാധാരണ ചായ കുടിച്ചിട്ടാണല്ലോ ഓഫീസിൽ പോകുന്നത്, ഇന്ന് എന്തു പറ്റി? ഇന്നല്ലല്ലോ പറ്റിയത്. എല്ലാം കൂടി എന്റെ മനസ്സമാധാനം ഇല്ലാതാക്കിയില്ലേ? ഞങ്ങൾ എന്ത് മനസ്സമാധാനം ഇല്ലാതാക്കിയെന്നാ പറയുന്നത്? മിണ്ടരുത്. നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടു. അമ്മയുടെ നിർബന്ധം കൊണ്ടാ ഞാൻ അവിടെ പോയി അവളെ വിളിച്ചത്. എന്നിട്ട് ഒരു വരില്ല എന്ന് പറഞ്ഞു. ആര് കാരണം? നീയും നിന്റെ അനിയത്തിമാരും കാരണം. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഡി കെ പറയുന്നേ? ചെയ്തതൊന്നും ആവർത്തിച്ച് പറയാതിരിക്കുന്നതാ നല്ലത്. എടി, ആളുകളെ അപമാനിക്കാനുള്ള ലൈസൻസ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. താരേ, ചിത്രേ, താരേ, ചിത്രേ. വിളിച്ച് വിളിച്ച് മനുഷ്യന്റെ തൊണ്ടയില് വെള്ളം പറ്റി. എന്തിനാ മായച്ചി ഇങ്ങനെ നടന്ന് വിളിച്ചു കൂവുന്നേ? കുറച്ചു നേരം കൂടെ കിടക്കായിരുന്നു, ഉറക്കം മതിയായില്ല. നേരെ എത്രയായിന്ന നിന്റെയൊക്കെ വിചാരം? നേരെ എത്രയല്ല എന്താ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. പിന്നെ രാത്രി മുഴുവൻ ഒരു വെബ് സീരീസ് കാണുമായിരുന്നു. വെളുപ്പിനെ ഒന്ന് ഉറങ്ങിയത്. വായിച്ച് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു 2 മണിക്കൂറോടെ കിടന്നുറങ്ങിയാണ്. ആഹാ, കൊള്ളാം. +2 പഠിക്കുന്ന കുട്ടികൾ പറയുന്നത് പോലെയുണ്ട്. അതെ, വല്ലതും വിഴുങ്ങണമെങ്കിലേ നമ്മള് തന്നെ വെച്ചേ പറ്റൂ. അപ്പൊ ജോലിക്കാരൊക്കെ എവിടെ? ആരും വന്നിട്ടില്ല. വന്നില്ലേ? അതെന്താ? എനിക്കെങ്ങനെ അറിയാം? പുറം പണിക്ക് നിൽക്കുന്ന ആള് പോലും വന്നിട്ടില്ല. ഇവരൊക്കെ എവിടെ പോയി? കാശിക്ക് പോയി. മര്യാദക്ക് ഇങ്ങോട്ട് വാ. വരാൻ. അയ്യോ മായച്ചി, ചായ ഇട്ടോ? താരി ചിങ്ങി വന്നേ. മായച്ചിക്ക് ചായ ഇട്ടിട്ട് ഞങ്ങളെ വിളിച്ച പോരായിരുന്നോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 2 ഇള്ള കുട്ടികൾ വന്നിരിക്കുന്നു. പോത്തിനെ പോലെ വളർന്നില്ലേ? ദേ ഇരിക്കുന്നു, ഒഴിച്ചു കുടിക്ക്. അത് ശരി, അപ്പൊ മായിച്ച് ചായ ഇട്ടായിരുന്നല്ലേ? താങ്ക് യു, യു ആർ സോ ലവ്ലി. താരേച്ചി, കൊള്ളാം. അല്ലെങ്കിലും മായച്ചിയുടെ ചായ സൂപ്പറാ അല്ലടി ചിത്രേ? പിന്നെ അല്ലാതെ. അതെ, എന്നെ ഒരുപാട് അങ്ങ് പതപ്പിക്കണ്ട. രാവിലെ ഒരു ചായ കിട്ടിയത് മഹാഭാഗ്യമെന്ന് വിചാരിച്ചോ. അല്ലാതെ നിന്നെയൊന്നും എന്നും രാവിലെ ചായ ഇട്ട് തന്ന് സുഖിപ്പിച്ചേക്കാവുന്ന എനിക്കൊരു നേർച്ചയുമില്ല. ഇത് തന്നെ ഡി കെക്ക് ഉണ്ടാക്കിയതാ. അളവ് തെറ്റി അധികം വന്ന ചായ. എന്നിട്ട് ഡി കെ എവിടെ? ഡി കെ ഇപ്പൊ ഓഫീസിലെത്തി കാണും. പക്ഷെ ചായ കുടിക്കാതെയാ പോയത്. അതെന്തു പറ്റി? ചായയും കൊണ്ട് ചെന്നപ്പോ എന്തായിരുന്നു ഭാവം? ഒന്ന് കാണേണ്ടതായിരുന്നു. മിണ്ടരുത്. നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടു. അമ്മയുടെ നിർബന്ധം കൊണ്ടാ ഞാൻ അവിടെ പോയി അവളെ വിളിച്ചത്. എന്നിട്ട് ഒരു വരില്ല എന്ന് പറഞ്ഞു. ആര് കാരണം? നീയും നിന്റെ അനിയത്തിമാരും കാരണം. അപ്പൊ മായച്ചക്ക് രാവിലെ വയറിറച്ച് കിട്ടിയല്ലേ? ആ നേരത്തെ താഴേക്കിറങ്ങി വരാഞ്ഞത് നമ്മുടെ ഭാഗ്യം അല്ലേ താരേച്ചി? എന്റെ കണ്ണാ, രക്ഷിച്ചു. രാവിലെ ആരെങ്കിലും കയ്യിന്ന് ചീത്ത കേട്ട പിന്നെ ആ ദിവസം പോക്കാം. അല്ല, ഇത് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ മായച്ചി? പാലപ്പവും താറാവ് സ്റ്റൂ. എന്താ, മതിയോ? സത്യമാണോ മായച്ചി?
ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മായച്ച് താറാവ് കറി ഉണ്ടാക്കി തരുമെന്ന് ഞാൻ ഇന്ന് വെളുപ്പിനെ കൂടെ സ്വപ്നം കണ്ടതേ ഉള്ളൂ. ശ്ശോ. അതാണ് മായച്ചി. വീടിന്റെ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാ പിന്നെ എല്ലാം കൃത്യം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു മായച്ചി? ആ എനിക്ക് കുട്ടിച്ചാത്തന്റെ സേവയുണ്ട്. ഞാനേ ഓം ഹ്രീം സ്വാഹ എന്ന് മന്ത്രം ചൊല്ലി വരുത്തിയതാ ഇതെല്ലാം. എടി പിശാചുക്കളെ, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി വേണം എന്തെങ്കിലും ഉണ്ടാക്കാൻ. അതിനാ നിന്നെയൊക്കെ വിളിപ്പിച്ചത്. താരേ, ചായ കുടിച്ചിട്ട് നീ ആ ഇഡ്ഡലി കുക്കർ കഴുകി വെള്ളം വെക്ക. നീ ആ മുറ്റം അടിച്ചു വരാൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ DKയുടെ അടുത്ത ചീത്ത അതിനായിരിക്കും. ഞാനോ? എനിക്കങ്ങ് വയ്യ. അടിച്ചു വാരി തൂക്കാനൊക്കെ ജോലിക്കാരുള്ളതല്ലേ, അവര് വന്ന് ചെയ്യട്ടെ. അല്ലെങ്കിൽ തന്നെ 3-4 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മായച്ചി ഒറ്റയ്ക്ക് പോരെ? എന്തിനാ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ? എനിക്ക് ഇഡലി ഉണ്ടാക്കാൻ അറിയില്ല മായച്ചി. ചിത്ര നീ വാ, മായച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഇറങ്ങാം. നിക്കടി അവിടെ. അപ്പൊ നിനക്കൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉരുട്ടിത്തരണം അല്ലേടി? പിന്നല്ലാതെ മായേച്ചിയല്ലേ അമരാവതിയുടെ അധികാരി. നിർത്തടി. ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. രാവിലെ അധികം വന്ന് കുറച്ച് ചായ തന്നൂന്ന് വെച്ച് നീയൊക്കെ എന്ത് കരുതി? ഞാൻ നിന്റെയൊക്കെ അടുക്കളക്കാരിയാണെന്നോ? ഈ വീട്ടിലെ ഇന്നത്തെ ജോലിയെല്ലാം നീയൊക്കെ രണ്ടും വേണം ചെയ്യാൻ. അപ്പൊ മായച്ചിക്ക് എന്താ ജോലി? മേൽനോട്ടം. നീയൊക്കെ ചെയ്യുന്ന ജോലിക്ക് മേൽനോട്ടം വഹിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കും. മര്യാദയ്ക്ക് പോയി പണി ചെയ്യടി. എന്താടി നോക്കുന്നെ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് വയ്യ അടുക്കള പണി ചെയ്യാൻ. എനിക്ക് വയ്യ. എന്തിനാ മായച്ചി ഞങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ജോലിക്കാരില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങണം. ഓൺലൈനിൽ ഓർഡർ ചെയ്താ പോരെ? അത് മതി, അതാ നല്ലത്. നിർത്തടി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ പുറത്തുനിന്ന് വാങ്ങണം പോലും. നിനക്കൊക്കെ പിന്നെ ഇവിടെ എന്താ ജോലി? മൂന്ന് നേരം വെട്ടി വിഴുങ്ങാൻ ഉണ്ടാക്കി തരാൻ ഇവിടെ ആരും ഇരിപ്പില്ല. വേണമെങ്കിലേ തന്നെത്താനെ ഉണ്ടാക്കി തിന്നണം. മായച്ചല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകള്. അതിന് അടുക്കള കാര്യങ്ങളൊക്കെ മായച്ചി തന്നെ നോക്കിയാ മതി. അതൊന്നും ഞങ്ങൾ ചെയ്താൽ ശരിയാവത്തില്ല. പിന്നെ ഒരു കൈ സഹായത്തിന് ചിത്രക്കൂട്ടിക്കോ. അയ്യടാ, ഞാനില്ല. ദേ, എന്റെ കയ്യിലെ നെയിൽ പോളിഷ് ഇന്നലെ രാത്രി ഇട്ടതേ ഉള്ളൂ. അത് കളയാൻ ഞാനില്ല. മായച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചാ മതി. എന്നാ പിന്നെ ഞാനും അടുക്കളയിൽ കേറുന്നില്ല. കാണിച്ചു തരാം ഞാൻ. എന്താ എന്നോടോ ബാല? വാടി. ഹലോ, യെസ്, അതെ, DK ആണ്. എന്താ കാര്യം? ഏത് ഹോസ്പിറ്റൽ? നോ, അതൊരിക്കലും സംഭവിക്കില്ല. ഇല്ല മിസ്റ്റർ, എന്റെ റെസ്റ്റോറന്റിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത്.
മറ്റേതെങ്കിലും ലോക്കൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും കംപ്ലൈന്റ് കൊടുത്തോളൂ. ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഭക്ഷണവും DK റെസ്റ്റോറന്റിൽ കൊടുക്കില്ല. നോ, എനിക്ക് മറ്റൊന്നും സംസാരിക്കാനില്ല. സാർ എന്താടോ? സാർ അത് സാർ പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത്. വിളിക്കണോ മുതലാളിയെ? സാർ പറയുന്ന കേൾക്കൂ. പിന്നെ കാശ് മേടിച്ചിട്ടേ മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കണം. അല്ലാതെ സാർ പ്ലീസ്. ആരാ ഇതിന്റെ മുതലാളി? DK ആണ് സാർ. വിളിക്ക്. ഈ ഹോട്ടലിൽ ഞങ്ങൾ പൊട്ടിക്കും. സാർ പ്രശ്നം ഉണ്ടാക്കരുത്. എന്നെ വിടാൻ ഞാൻ സംസാരിക്കട്ടെ. ആരോടെ പുറത്തു കിടന്ന് ബഹളം വെക്കുന്നേ? സാർ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചിലരൊക്കെ ഫുഡ് പോയിസൺ വന്ന് ഹോസ്പിറ്റലിലായിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളാ ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത്. ഹോട്ടൽ അടച്ചിടണമെന്നാ അവർ പറയുന്നത്. ഹോട്ടൽ അടച്ചിടണമെന്നോ? വേണ്ട സാർ, സാറിപ്പോ അങ്ങോട്ട് പോണ്ട. അവരോടൊന്നും സാറ് സംസാരിക്കണ്ട. എന്താ സംസാരിച്ചാൽ? ഇവിടെ ഒരു കുഴപ്പമുണ്ടായാൽ അത് ഞാൻ അറിയണ്ടേ? ഗോകുലും ശ്രീറാമും അവിടെ. സാർ അത് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. സംഗതി സത്യം സാറേ, എന്തോ കുഴപ്പം നമ്മുടെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട്. സാർ പറയുന്ന കേക്ക്. വിട്. വിടാൻ. സാർ പ്ലീസ് സാർ. വിടാനല്ലേ പറഞ്ഞത്? ഓടാ നീയല്ല. നീ വിചാരിച്ചാൽ ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല. സാർ പ്ലീസ്. ആര് നിൽക്കണം അങ്ങോട്ട്? താനാണ് ഇതിന്റെ മുതലാളി? അതെ. എന്താ വേണ്ടത്? ഓഹോ, എന്ത് പറഞ്ഞാലും താൻ പരിഹാരം ഉണ്ടാക്കും അല്ലേ? നിങ്ങൾ കാര്യം പറയൂ. ഇവിടെ തന്റെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച് എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുക. അസംബന്ധം പറയരുത്. നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് മാത്രമേ ഞങ്ങൾ കൊടുക്കൂ. പിന്നെ ക്വാളിറ്റി? താനൊന്ന് പോടോ. ആഹാരത്തിൽ മായം ചേർക്കുന്ന അത്രയ്ക്ക് വലിയ അന്തസ്സാണോ? ഒരു കാര്യം താൻ ഓർത്തോ, എന്റെ ഭാര്യ മാത്രമല്ല, ഇവിടുന്ന് ഭക്ഷണം കഴിച്ച മറ്റു 4 പേരും ഹോസ്പിറ്റലില്. കൂട്ടത്തിൽ 3 വയസ്സായ ഒരു കുഞ്ഞുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ച ഈ ഹോട്ടല് ഞങ്ങൾ തകർന്ന് തരിപ്പണമാക്കും. ഓർത്തോ? നോക്കൂ മിസ്റ്റർ, ഈ ഹോട്ടലിൽ ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. വളരെ ശ്രദ്ധിച്ചാ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അധികം വരുന്ന ഭക്ഷണങ്ങൾ പോലും ഓർഫനേജുകൾക്കായി നൽകുകയാണ് പതിവ്. ഒരു ദിവസം പോലും പഴക്കമുള്ള ഒരു ഭക്ഷണവും അടുത്ത ദിവസത്തേക്കായി ഉപയോഗിക്കാറില്ല. ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ മറ്റെവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചു കാണും. ഇനിയും താൻ ഉരുട്ട് കളിക്കരുത്. ഇവിടുന്ന് മാത്രമേ ഒരു ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. തന്റെ മാനേജർ തന്നെയാ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അർജുൻ, ഈ കേട്ടത് സത്യമാണോ? അതെ സാർ. അതിന് പിന്നാലെയാ ശ്രീരാം സാറും ഗോകുൽ സാറും ആശുപത്രിയിലേക്ക് പോയത്. എന്നിട്ട് ഇതൊക്കെ എന്താണോ എന്നോട് പറയാറുന്നത്? അത്രയ്ക്ക് സീരിയസ് ആണെന്ന് വിചാരിച്ചു കാണില്ല സാർ. ഇങ്ങനെ കാശ് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് റോഡിൽ പോയി പിച്ചെടുക്കുന്നതാ. ഒരിക്കൽ കൂടി പറയുക, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ തന്റെ ഹോട്ടലിൽ നാട്ടുകാർ പൂട്ടിക്കും. ചേട്ടാ ബഹളം വയ്ക്കണ്ട. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കണം. താനൊന്നും പരിഹരിക്കണ്ട. എന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവന്റെ ഒരു പരിഹാരം. സാറിപ്പോ പുറത്തേക്ക് വരണ്ട, ഞങ്ങൾ അവരോട് സംസാരിക്കാം. ഹലോ, DK റെസ്റ്റോറന്റ്. മിസ്റ്റർ ദേവകൃഷ്ണ എന്ന DK അല്ലേ സംസാരിക്കുന്നത്? അതെ. നിങ്ങളാരാ?